ചെൽസിയുടെ ഗെയിം പ്ലാൻ വളരെ സിമ്പിളായിരുന്നു. ഒരു 3-5-2 മിഡ് അല്ലെങ്കിൽ ലോ ബ്ലോക്ക് ഇട്ടിരിക്കുന്നു. ആർസണൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഓൾറെഡി നമ്മുടെ മിഡ്ഫീൽഡ് 3 പേരെ വെച്ചിട്ട് എൻസോ, കൈസിഡോ ആൻഡ് സാന്റോസിനെ വെച്ചിട്ട് പാക്ഡ് ആണ്. ആർസണലിന് സ്വാഭാവികമായിട്ടും വൈഡ് ഏരിയയിൽ പോകേണ്ടി വരും. അവരുടെ വൈഡ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മുടെ നൂനിയും അതുപോലെ തന്നെ മാർട്ടിനെല്ലിയും ആണ്. ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ത്രെട്ട് അല്ല. ചെറിയ ടിസ്റ്റ് ഉണ്ടായിരുന്നു. ആർസണൽ അറ്റാക്ക് ചെയ്യുന്നില്ല. അവരൊരു മിഡ് ബ്ലോക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ചെൽസി ഒരു ഗോള് പിറകിലാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം. അപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിൽ നമ്മൾ കളിക്കാൻ ശ്രമിക്കുകയാണ്. ആർസണൽ ഓൾറെഡി ഒരു മിഡ് ബ്ലോക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ സെൻട്രലിലൂടെ ഉള്ള ഓപ്പറേഷൻ നടക്കില്ല. കാര്യം വിങ്ങിലൂടെ തന്നെ ചെൽസിക്ക് ആക്രമിക്കണം. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് വിങ്ങേഴ്സ് ഇല്ല. നമ്മൾ 2 സ്ട്രൈക്കേഴ്സിനെ വെച്ചിട്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ ഡെലാപ്പിനെ ഒരു റൈറ്റ് സൈഡിൽ ഒരു വിങ്ങറൊക്കെ ആയിട്ട് പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ആ റോളിൽ വളരെ ശോകമായിരുന്നു. പിന്നെ ഫുൾ ബാക്സ് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ അതിൽ ആർസണൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളെ ബിൽഡപ്പിലൊന്നും അവർ നമ്മൾ ഒത്തിരി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഒന്നോ രണ്ടോ പാസ് കഴിഞ്ഞ് അത് നമ്മളെ ഫുൾ ബാക്സിൻ്റെ അടുത്ത് എത്തുമ്പം ആർസണൽ അവരെ പ്രസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവരൊരു റഷ് പാസ്സൊക്കെ മിഡ്ഫീൽഡിലേക്ക് കൊടുക്കുകയും അവർ അവിടുന്ന് ഒരു വെർട്ടിക്കൽ പാസ്സൊക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാവോ പെഡ്രോ ആണെങ്കിലും ഡെലാപ്പ് ആണെങ്കിലും അപ്പ് ഫ്രണ്ട് ഒട്ടും കോർഡിനേഷനിലാണ് കളിച്ചത്. നമ്മുടെ മിഡ്ഫീൽഡും നമ്മുടെ സ്ട്രൈക്കേഴ്സും തമ്മിലും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ ചെയ്തു. ഡിഫെൻസീവ്ലി ചെൽസി നല്ല ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷേ ഒഫെൻസീവ്ലി നമുക്ക് ഇന്നലെ ഒന്നും ഫസ്റ്റ് ഹാഫിൽ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ പാൽമർ വരുന്നു, എസ്റ്റാവോ വരുന്നു. പാൽമറിന്റെ കാര്യം പറയുമ്പോൾ റൈസ് പുള്ളിയെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോൾ കിട്ടിക്കഴിഞ്ഞെങ്കിലും പുള്ളിക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണ്. അങ്ങനെ റിലീസ് ചെയ്യുമ്പോഴും പുള്ളിക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പാൽമർ എപ്പോഴും അപകടകാരിയാവുന്നത് പുള്ളിക്കൊരു സ്പേസ് കിട്ടുമ്പോഴാണ്. ബോൾ കുറച്ച് നേരം കൈവശം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ പാൽമറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന എസ്റ്റാവോ ആണ്. എസ്റ്റാവോയുടെ കാര്യം പറയുമ്പോൾ പുള്ളിക്ക് ഫുൾ ബാക്സിൻ്റെ പിറകിലുള്ള സ്പേസ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഒരു 1 on 1 ഡിഫൻഡേഴ്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമ്പോഴേക്കാണ് പുള്ളി ഏറ്റവും കൂടുതൽ അപകടകാരിയായി മാറുന്നത്. പക്ഷേ ഇന്നലത്തെ ആർസണൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എസ്റ്റാവോ ഒക്കെ വന്നതോടുകൂടി അവരെ ഫുൾ ബാക്സ് ഒത്തിരി ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എസ്റ്റാവോ ഒരു വിധം സമയത്തെല്ലാം ഡബിൾ മാർക്ക്ഡ് ആയിരുന്നു. പിന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെലാപ്പ് ആൻഡ് ഗർണാച്ചോ ഇവരൊഴികെ ബാക്കി എല്ലാവരും ഡീസൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജാവോ പെഡ്രോ ആൻഡ് അൻസോ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവർ നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിയാമിൻ്റെ കാര്യം പറയുമ്പം ലിയാം മനസ്സിൽ കണ്ട കാര്യം ആർട്ടറ്റ മാനത്ത് കണ്ടു എന്നാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്. പിന്നെ പുള്ളിയുടെ ഫോർമേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് 11 ആണെങ്കിലും പിന്നെ സബ്സ് ആണെങ്കിലും പാളി എന്നാണ് തോന്നിയിട്ടുള്ളത്.